ഹലോ, മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷിയുടെ ഹോം കമ്മിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കിട്ടിയ വീഡിയോ അത്ര ക്ലാരിറ്റി ഉള്ളതായിരുന്നില്ല. എന്താ പറയുക, അത് വാട്സപ്പിലാണ് എനിക്ക് അയച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലാരിറ്റി അത്ര സുഖമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നി എന്തോ കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീല്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഉള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്തിട്ട് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്, സാക്ഷീസ് ഹോം കമ്മിങ്. ഹലോ, ഇന്നിപ്പം നവംബർ 9 ഉച്ചയ്ക്ക് 1:50 ആയി. എന്തിനാ വൈകാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ? അതെ, സോ വി ആർ വെൽക്കമിങ് സാക്ഷി ടു അവർ സ്വീറ്റ് ഹോം. സോ ഞങ്ങൾ രണ്ടുപേരും പോവാണ്. അവിടെ വാണിയും സാക്ഷിയും റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ പോയിട്ട് അവരെ വിളിച്ചിട്ട് വരാം. ഓക്കെ. ഏട്ടാ പാക്ക് ചെയ്തെല്ലാം ഇറങ്ങിയത്, അത്രയും സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുണ്ട്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫ്ലവേഴ്സും ബലൂൺസും എൻ്റെ സ്യൂട്ട് കേസ് ഓക്കെ ഏട്ടാ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വരും. സാക്ഷി ബേബിയുടെ റൂമിൻ്റെ വെൽക്കം സൈൻ, ലിറ്റിൽ ജിറാഫ്. ഇതായിരുന്നു നമ്മുടെ റൂം. ബെഡൊക്കെ അലമ്പായിട്ട് കിടക്കുക. ഇതായിരുന്നു റൂം. ഇവിടെ ചെറിയൊരു കബോർഡ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ചെറിയ ബാസിനെറ്റും. ഇവിടെ ഒരു റിക്ലൈനർ ചെയർ ഉണ്ട്. പിന്നെ ഇതൊരു കൺവേർട്ടബിൾ ടൈപ്പാണ് കേട്ടോ. ഇത് കൂടെ ബൈസ്റ്റാൻഡറിന് കിടക്കാൻ പറ്റുന്ന പോലെ ഇത് നേരെയാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബ്രസ്റ്റ് പമ്പ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കേബിൾസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പ് ഈ ബ്രാൻഡിൻ്റെ അല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കേബിൾസ് ഒന്നും എടുക്കുന്നില്ല. എനിക്ക് വീട്ടിൽ ഞാൻ വേറെ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ബിഗ് സിസ്റ്റർ and little sister. Thank you Neetu and Rohini for this cute balloon. ഈ ബണ്ണിയൊക്കെ ഉണ്ടോ? ഈ ബണ്ണി വൈഗ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഫോർ സാക്ഷി. വൈഗ സാക്ഷി ബേബിയെ കാണാൻ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത ബണ്ണിയാണിത്. That's a sissy bear. കുഞ്ഞു ബണ്ണി ഉറക്കാണ്, നല്ല ഉറക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പാർക്കിംഗ് ലോട്ടാ കാണുക നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഏട്ടൻ സാധനങ്ങളൊക്കെ വണ്ടിക്കുള്ളിൽ ലോഡ് ചെയ്യുന്നതാണ് ആ കാണുന്നത്. താഴെ അങ്ങ് പാർക്കിംഗ് ലോട്ടില്. ഇന്ന് ഞങ്ങൾ എല്ലാവരും സ്ട്രോബെറി തീം ഉടുപ്പാണ് ഇട്ടേക്കുന്നത്. സാക്ഷി ബേബിക്കും ഇങ്ങനെ ഒരു സ്ട്രോബെറി വെച്ചിട്ടുള്ള ഉടുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് അവൾ ഇട്ടിരിക്കുന്നത്. ആശ ചേച്ചിയും ലെക്സസ് ചേച്ചിയും കൂടി എനിക്കും സാക്ഷിക്കും ഒരു സർപ്രൈസ് വെൽക്കമിങ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഒരു കുഞ്ഞു കേക്കും നിറച്ച് പിങ്ക് ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട്. പക്ഷേ ഏട്ടൻ്റെ അഭിനയം ഇത്തവണ അത്ര ഒത്തില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ക്ലൂ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അനുചേച്ചിയായിരുന്നു ആരതി ഒഴിഞ്ഞ് സാക്ഷിയെ വീടിനുള്ളിലേക്ക് കയറ്റി കൊണ്ടുവന്നത്. ചിക്കുവാണ് ആദ്യം ഓടി എൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ ആദ്യം വന്ന് കുഞ്ഞിനെ ഒന്ന് വരവ് വെച്ചിട്ട് അവൻ്റെ വഴിക്ക് പോയി കേട്ടോ. കുഞ്ഞിനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് കുക്കി എടുക്കുന്നവരെ അവൾ ബഹളം വെച്ചോണ്ടേയിരുന്നു. രണ്ട് ദിവസം എന്നെ കാണാതിരുന്ന് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കുക്കിക്ക് ആദ്യം. അത് കഴിഞ്ഞ് സാക്ഷിയെ കണ്ടതിൻ്റെ കൗതുകവും. കുക്കിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു കുഞ്ഞു ബേബി വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ചിക്കുവിന് അങ്ങനെയല്ല കേട്ടോ. വൈഗ വീട്ടിൽ വന്നത് മുതൽ അവളുടെ ഓരോ വളർച്ചകളും ചിക്കു കണ്ടിട്ടുണ്ട്.
ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ഡേ ഏറ്റവും ഭംഗിയാക്കി തന്നത് ഇവരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു കേട്ടോ. ഈ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വാം വെൽക്കമിങ്, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഇതെല്ലാം താങ്ക്സ് ടു മൈ അമേസിങ് പീപ്പിൾ. ചിക്കു ചിലപ്പം അവരുടെ ഭാഷയിൽ കുക്കിയോട് പറയുന്നുണ്ടാവും, നീ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ആവണ്ട, ഈ ചെറിയ പീക്കറി കുഞ്ഞ് വലുതായി വരുമ്പോൾ നിനക്കൊരു ഭീഷണിയാവും, ഉപദ്രവിക്കുന്ന ഒരു ഐറ്റമായി വരുമെന്ന്. എക്സ്പീരിയൻസ് അതാണല്ലോ. പിന്നെ എന്താണെന്നറിയില്ല, അവൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. ഇത് കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. സാക്ഷി എവിടെയാണോ അവിടെയാണ് അവൾ എപ്പോഴും. സാക്ഷിയുടെ ഹോം കമ്മിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.